ശ്രേണീബദ്ധമായ അധികാര വ്യവസ്ഥയെ അത് അട്ടിമറിക്കുന്നു, കീഴ്മേൽ മറിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് രാജാവ് കോമാളിയായും കോമാളിയെ രാജാവായിട്ടുമൊക്കെ കാണാൻ കഴിയും. ഒരു സീരിയോ കോമിക്കലായിട്ടുള്ള ഒരു സമീപനമാണ്. കുറ്റകൃത്യം ചെയ്യാനുള്ള വാസന മനുഷ്യന് സഹജമായിട്ടുള്ളതാണ്. ആദിഭാവത്തിൻ്റെ ആ ഒരു സമ്മർദ്ദം ഓരോ മനുഷ്യനിലും ഉണ്ട്. അച്ഛനും ഡോസ്റ്റോയ്സ്കിയായിട്ടുള്ള ബന്ധം വളരെയധികം വിവാദം ആയിരുന്നു. അച്ഛൻ സ്നേഹസമ്പന്നൻ ആയിരുന്നു എങ്കിൽ പോലും വളരെ കർക്കശ സ്വഭാവമുള്ള ആളായിരുന്നു. പിതൃഹത്യ ഡോസ്റ്റോയ്സ്കിയുടെ നോവലുകളിൽ വരുന്ന ഒരു പ്രമേയമാണ് പിതൃഹത്യ. അധികാരത്തെ ചോദ്യം ചെയ്യുന്നത് അതിൻ്റെ പ്രതീകമാണ് പിതൃഹത്യ. ഭൂമിയിൽ അച്ഛനെയും സ്വർഗത്ത് ദൈവത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. വിശ്വസാഹിത്യത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, പഠനത്തിന് വിധേയമായിട്ടുള്ള നോവലുകൾ ഏറെ ഉണ്ടാവില്ല. ആധുനിക യൂറോപ്യൻ നോവലിൻ്റെ ലാവണ്യ നിയമങ്ങളെ, ഭാവുകത്വത്തെ തിരുത്തിക്കുറിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള നോവലിസ്റ്റായിരുന്നു ഡോസ്റ്റോയെവ്സ്കി. തൻ്റെ കാലഘട്ടത്തിൻ്റെ അടിയൊഴുക്കുകളെ, സാമൂഹികവും സാംസ്കാരികമായ അടിയൊഴുക്കുകളെ അതിൻ്റെ എല്ലാ സമഗ്രതയിലും കൂടെ ആവിഷ്കരിക്കുവാൻ ഡോസ്റ്റോയെവ്സ്കിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴും ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലുകൾ സാമൂഹികമായ യാഥാർത്ഥ്യങ്ങളുടെ കേവലമായ ആവിഷ്കാരമായിരുന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തരായ സമകാലിക സാഹിത്യകാരന്മാർ, റഷ്യയിലെ തന്നെ ടോൾസ്റ്റോയും, ഫ്രാൻസിലെ വിക്ടർ യുഗോയും, ഇംഗ്ലണ്ടിലെ ചാൾസ് ഡിക്കൻസും ഒക്കെ 19-ാം നൂറ്റാണ്ടിൻ്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നോവലിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ ശ്രമിച്ചവരാണ്. അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡോസ്റ്റോയെവ്സ്കി കേവലമായ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ആവിഷ്കരിക്കുക മാത്രമല്ല ചെയ്തത് എന്ന് കാണുവാൻ കഴിയും. സാമൂഹിക ഘടനയെക്കുറിച്ച് സത്യസന്ധമായി രചിക്കുന്ന നോവലുകളായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളേറെയും 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലുള്ള റഷ്യൻ കർഷകരും അവരുടെ ദാരിദ്ര്യവും അവരുടെ പ്രതിസന്ധികളുമൊക്കെ ആകുമായിരുന്നു. അന്നത്തെ റഷ്യയുടെ സാമൂഹിക ഘടനയെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അവിടെ ഒരു ഉപരിവർഗവും പിന്നെ ഒരു ദരിദ്രവർഗമേ ഉണ്ടായിരുന്നുള്ളൂ. മധ്യവർഗം ഉണ്ടായിരുന്നില്ല. 85% ദരിദ്രരായിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും നിത്യജീവിതത്തിലെ അവരഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും ഒന്നും ആയിരുന്നില്ല ഡോസ്റ്റോയെവ്സ്കിയെ ആകർഷിച്ചത് എന്ന് കാണുവാൻ കഴിയും. പിന്നെയോ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ റഷ്യയിലുണ്ടായിട്ടുള്ള ചില ആശയപരമായ വിപ്ലവങ്ങൾ അദ്ദേഹത്തെ ആകർഷിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. പാശ്ചാത്യ നാടുകളിലെ അന്നേറെ പ്രചാരത്തിലുണ്ടായിരുന്ന യുക്തിവാദവും നിരീശ്വരവാദവും അതുപോലെ ശൂന്യതാവാദവുമൊക്കെ റഷ്യയിലും വേര് പിടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതിനെതിരെ സാമ്പ്രദായിക ക്രിസ്ത്യൻ മതത്തിൻ്റെ ആത്മീയതയുടെ ഒരു ചെറുത്തുനിൽപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള ഒരു സംഘർഷാത്മകമായിട്ടുള്ള ബന്ധത്തെ ആണ് ഡോസ്റ്റോയെവ്സ്കി തൻ്റെ നോവലുകളിലൂടെ ആവിഷ്കരിക്കുവാൻ ശ്രമിച്ചത് എന്നതാണ് അദ്ദേഹത്തെ ആ കാലഘട്ടത്തിലെ മറ്റ് നോവലിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഡോസ്റ്റോയെവ്സ്കി തൻ്റെ ധാർമ്മികമായിട്ടുള്ള പ്രതിസന്ധികൾ തൻ്റെ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും
ഒക്കെ തനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ചില സന്ദിഗ്ധതകൾ, സന്ദേഹങ്ങൾ, ഉത്കണ്ഠകൾ ഒക്കെ തൻ്റെ നോവലുകളിലൂടെ ആവിഷ്കരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷവും ജീവിതത്തിൻ്റെ പല തരത്തിലുള്ള പ്രതിസന്ധികളും അടിയൊഴുക്കുകളുമൊക്കെ തൻ്റെ കഥാപാത്രങ്ങളിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെ അദ്ദേഹം ആവിഷ്കരിച്ചു. ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലുകളെക്കുറിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ മിഖെയിൽ ബാക്ടിൻ എന്ന റഷ്യൻ സൈദ്ധാന്തികൻ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡോസ്റ്റോയെവ്സ്കി തൻ്റെ നോവലുകളെ മാത്രമല്ല, പാശ്ചാത്യ സൗന്ദര്യശാസ്ത്രത്തെ തന്നെ നവീകരിക്കുന്ന രീതിയിലുള്ള ചില സംഭാവനകൾ ചെയ്തു എന്നാണ് ബാക്ടിൻ കണ്ടെത്തുന്നത്. ബാക്ടിനാണ് ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലുകൾ പോളിഫോണിക് നോവലുകൾ എന്ന് വിശേഷിപ്പിച്ചത്. ബഹുസ്വരത എന്ന് പിന്നീട് വളരെയധികം പ്രചാരം ലഭിച്ചിട്ടുള്ള ആ പ്രയോഗം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ബാക്ടിൻ ആയിരുന്നു. സ്വതന്ത്രമായ സ്വര വൈവിധ്യങ്ങളുടെ സംവാദമാണ് ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലുകളിലുള്ളത് എന്നാണ് ബാക്ടിൻ്റെ കണ്ടെത്തൽ. പല ആഖ്യാന സ്വരങ്ങൾ, പരസ്പരം ചേരാത്ത, ഇഴുകിച്ചേരാത്ത ആഖ്യാന സ്വരങ്ങളുടെ സംവാദം. എഴുത്തുകാരൻ ഓരോ കഥാപാത്രത്തിനും അവൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഡോസ്റ്റോയെവ്സ്കി ഒരിക്കലും തൻ്റെ ആശയപ്രപഞ്ചത്തിൽ തൻ്റെ കഥാപാത്രങ്ങൾക്ക് അസ്തിത്വം നൽകുവാൻ ശ്രമിച്ചിരുന്നില്ല. അവരുടെ സ്വത്വം മാത്രം അദ്ദേഹം നിർമ്മിക്കുന്നു. അവരുടെ ആ ബോധതലത്തെ മാത്രമേ അദ്ദേഹം നിർമ്മിച്ചുകൊണ്ട് അവരെ സ്വതന്ത്രമായി സംവാദം നടത്തുവാൻ അദ്ദേഹം പിടികാട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എഴുത്തുകാരൻ്റെ നേരിട്ടുള്ള സ്വാധീനമില്ലാതെ തന്നെ സ്വതന്ത്രമായി സംവാദം നടത്തുന്ന കഥാപാത്രങ്ങൾ ആണ് ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലുകളിലുള്ളത്. അപ്പം അങ്ങനെ അതിന് ബഹുസ്വരതയുടെ ഒരു സങ്കീർണത നൽകുന്നു എന്നാണ് ബാക്ടിൻ കണ്ടെത്തിയത്. ബഹുസ്വരത മാത്രമല്ല, ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലുകൾക്ക് കാർണിവലസ്ക് എന്ന് പറയുന്ന ഒരു സവിശേഷതയുണ്ടെന്നും ബാക്ടിൻ പറയുന്നു. കാർണിവലസ്ക് എന്ന് പറയുന്നത് കാർണിവൽ എന്നതിൽ നിന്ന് ഉള്ള ഒരു പ്രയോഗമാണ്. ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ ഒരു പ്രത്യേക സാമൂഹിക ക്രമത്തെ അല്ലെങ്കിൽ നിലവിലുള്ള സാമൂഹിക ക്രമത്തെ പുനഃസൃഷ്ടിക്കുവാൻ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും കഴിയുന്നു. ശ്രേണീബദ്ധമായ അധികാര വ്യവസ്ഥയെ അത് അട്ടിമറിക്കുന്നു, കീഴ്മേൽ മറിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് രാജാവ് കോമാളിയായും കോമാളിയെ രാജാവായിട്ടുമൊക്കെ കാണാൻ കഴിയും. ഒരു സീരിയോ കോമിക്കലായിട്ടുള്ള ഒരു സമീപനമാണ്. റാബെലയിലും ഒക്കെ കാണാവുന്ന, സെർവൻറ്റീസിലും റാബെലയിലും ഒക്കെ അത് കാണാറുണ്ട്. റാബെലെ ആൻഡ് ഹിസ് വേൾഡ് എന്ന ബാക്ടിൻ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഡോസ്റ്റോയെവ്സ്കിയെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദ പ്രോബ്ലംസ് ഓഫ് ഡോസ്റ്റോയെവ്സ്കിസ് പോയറ്റിക്സ് എന്നായിരുന്നു. അപ്പം അങ്ങനെ കാർണിവലസ്കായിട്ടുള്ള ഒരു സമീപനവും ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലുകളുണ്ട്. അത് സാധ്യമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹാസ്യത്തിൻ്റെ പ്രയോഗത്തിലൂടെയാണ്. ഈ ദുരന്തത്തെപ്പോലും ഹാസ്യത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു പ്രവണത ഡോസ്റ്റോയെവ്സ്കിയിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് യൂറോപ്യൻ നോവലിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരു ആവിഷ്കാര തന്ത്രമായിരുന്നു എന്ന് പറയാം. റാബെലയിൽ തുടങ്ങി സെർവാൻറ്റീസിലൂടെയൊക്കെ വളർന്ന് പിന്നീട് കാഫ്കയിലും തോമസ് മനിലൂടെയൊക്കെ വികാസം പ്രാപിച്ച ഒരു ഹാസ്യ ഭാവനയുടെ ചരിത്രം യൂറോപ്യൻ നോവലിന് അവകാശപ്പെടാനുണ്ട്. അപ്പോൾ തൻ്റെ നോവലിനെ വ്യത്യസ്തമാക്കുന്നതിനെ ഡോസ്റ്റോയെവ്സ്കിക്ക് അപ്രകാരം കഴിഞ്ഞിട്ടുണ്ട്. ഡോസ്റ്റോയെവ്സ്കിയുടെ കൃതികളിൽ പലപ്പോഴും മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള ദൗർബല്യങ്ങൾ, അവൻ്റെ ധാർമ്മിക പ്രതിസന്ധികൾ ഒക്കെയാണ് വിഷയമായിട്ട് കടന്നു വരുന്നത്. കുറ്റകൃത്യം ചെയ്യാനുള്ള വാസന മനുഷ്യന് സഹജമായിട്ടുള്ളതാണ്. ആദിഭാവത്തിൻ്റെ ആ ഒരു സമ്മർദ്ദം ഓരോ മനുഷ്യനിലുമുണ്ട്. അപ്പോൾ കുറ്റം ചെയ്യുന്നവനാണെങ്കിൽ പോലും അനന്തമായിട്ടുള്ള സ്നേഹം ആവിഷ്കരിക്കുന്നതിനുള്ള കഴിവ് ഡോസ്റ്റോയെവ്സ്കിയുടെ കഥാപാത്രങ്ങൾക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. കൊലപാതകത്തിൻ്റെ മനഃശാസ്ത്രം ഡോസ്റ്റോയെവ്സ്കി അന്വേഷിക്കുന്നുണ്ട്. ഡോസ്റ്റോയെവ്സ്കിയെക്കുറിച്ച് പഠിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന സാഹിത്യ വിദ്യാർത്ഥികൾ
ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്രത്തിലും അതുപോലെ തത്വചിന്തയിലുമുള്ള അവഗാഹം കൂടി കണ്ട് അത്ഭുതപ്പെടും എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തെ നീഷെ പോലുള്ള തത്വചിന്തകരെ വളരെയധികം ആദരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നീഷെ 1882 ദ ഗേ സയൻസ് എന്ന പുസ്തകത്തിൽ ദൈവം മരിച്ചു എന്ന് പറയുന്നത്. പക്ഷേ അതിനു മുൻപേ, അതിന് 1-2 വർഷങ്ങൾക്ക് മുൻപ് കാരമസോവ് സഹോദരന്മാർ എന്ന നോവലിൽ ഡോസ്റ്റോയെവ്സ്കി പറഞ്ഞിട്ടുണ്ട്, ദൈവമില്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല. ഇഫ് ദർ ഇസ് നോ ഗോഡ് നത്തിങ് ഈസ് അൺലോഫുൾ എന്ന് ഡോസ്റ്റോയെവ്സ്കിയുടെ ഒരു കഥാപാത്രം കാരമസോവ് സഹോദരന്മാരിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രവാചകൻ്റെ സ്വരത്തിലാണ് ഡോസ്റ്റോയെവ്സ്കി സംസാരിച്ചത്. അപ്പോൾ ഒരു കാലഘട്ടത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് കാണുവാനും ചിന്തിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഡോസ്റ്റോയെവ്സ്കിയുടെ കൃതികൾ വളരെയധികം സങ്കീർണത കൈവരിക്കുന്നു. കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴേ അതിനെക്കുറിച്ചുള്ള കൊലപാതകം പ്രമേയമായിട്ട് വരുന്ന നോവലുകളിലും അതിൻ്റെ മനഃശാസ്ത്രമാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. ഡോസ്റ്റോയെവ്സ്കിയുടെ ധാർമ്മിക ബോധം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ഇതൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം നോവലിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഡോസ്റ്റോയെവ്സ്കി എന്ന എഴുത്തുകാരനും അതുപോലെ ഡോസ്റ്റോയെവ്സ്കി എന്ന മനുഷ്യനും തമ്മിലുള്ള ചില വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ, അദ്ദേഹം 1821 നവംബർ 11 റഷ്യയിലെ മോസ്കോയിൽ ജനിച്ചത്. പിതാവ് ഡോക്ടർ മൈഖേൽ ഡോസ്റ്റോയെവ്സ്കി ആയിരുന്നു. മാതാവ് മറിയ. ഡോസ്റ്റോയെവ്സ്കി ജനിക്കുന്ന സമയത്തേക്കും സമ്പത്തൊക്കെ ക്ഷയിച്ചിരുന്നു. ഒരു സാധാരണ രീതിയിലുള്ള ജീവിതം നയിക്കാനുള്ള വരുമാനം മാത്രമേ കുടുംബത്തിലുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഡോക്ടറായിരുന്നിട്ട് പോലും അച്ഛനും ഡോസ്റ്റോയെവ്സ്കി ആയിട്ടുള്ള ബന്ധം വളരെയധികം വിവാദം ആയിരുന്നു. അച്ഛൻ സ്നേഹസമ്പന്നൻ ആയിരുന്നു എങ്കിൽ പോലും വളരെ കർക്കശ സ്വഭാവമുള്ള ആളായിരുന്നു. അപ്പം അത് ഡോസ്റ്റോയെവ്സ്കിയുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പോലും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ അതായിരിക്കും. ഫ്രോയിഡ് പാരിസൈഡ് ആൻഡ് ഡോസ്റ്റോയെവ്സ്കി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിതൃഹത്യ ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലുകളിൽ വരുന്ന ഒരു പ്രമേയമാണ് പിതൃഹത്യ. അധികാരത്തെ ചോദ്യം ചെയ്യുന്നത് അതിൻ്റെ പ്രതീകമാണ് പിതൃഹത്യ. ഭൂമിയിൽ അച്ഛനെയും സ്വർഗത്ത് ദൈവത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിതൃഹത്യ ഒരു പ്രമേയമായിട്ട് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ കാരണം തേടി എത്തുന്ന ഒരു വായനക്കാരന് മനസ്സിലാകുന്നത് ഡോസ്റ്റോയെവ്സ്കിയുടെ അച്ഛനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിലെ ചില സങ്കീർണതകളാണ്. ഡോസ്റ്റോയുടെ അച്ഛൻ മരിക്കുന്നത് തന്നെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലാണ്. അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. ഇനി മനസ്സുകൊണ്ട് അച്ഛൻ മരിച്ചു കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നോ എന്ന് സംശയമുണ്ട്. അത് കുറിച്ച് വായിക്കുമ്പോൾ കാരമസോവ് സഹോദരന്മാരിൽ പാവ്ലോവിച്ച് എന്ന പിതാവിനെ വധിക്കുമ്പോൾ അത് ഇവാൻ എന്ന മകനാണോ എന്ന് നമുക്ക് സംശയമുണ്ടാകുന്നു. കാരണം അച്ഛൻ മരിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു ഇവാൻ. കൊന്നത് അദ്ദേഹമല്ലായിരുന്നു എങ്കിൽ പോലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ നോവലുകളെ, അതിൻ്റെ പ്രമേയങ്ങളെയും അതിൻ്റെ ഭാവഘടനയൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ പ്രധാനപ്പെട്ടത് കുറ്റവും ശിക്ഷയും, പിന്നെ വിഡ്ഢി, ഇഡിയറ്റ് എന്ന് പറയുന്ന നോവൽ, ദ പൊസസ്ഡ് അല്ലെ ദ ഡെമൻസ് എന്ന് പറയുന്ന ഭൂതാവിഷ്ടർ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കാരമസോവ് സഹോദരന്മാർ 1880 എഴുതിയ അവസാനത്തെ നോവൽ. 1881 60ാമത്തെ വയസ്സിലാണ് ഡോസ്റ്റോയെവ്സ്കി മരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ അപസ്മാര രോഗിയായിരുന്നു. ഒരുതരം എക്സ്റ്റാറ്റിക് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു. അദ്ദേഹം നിരന്തരം കടത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ചൂതാട്ടമുണ്ടായിരുന്നു, മദ്യപാനമുണ്ടായിരുന്നു, പുകവലി ഉണ്ടായിരുന്നു, ഒരുമാതിരിപ്പെട്ട എല്ലാ ദുശീലങ്ങളുമുള്ള ആളായിരുന്നു ഡോസ്റ്റോയെവ്സ്കി. ജീവിതത്തിൽ ഒരുപാട് സഹിച്ചിട്ടുള്ള, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള, സ്വയം പീഡിപ്പിക്കപ്പെട്ടുള്ള കുറേ ദുരിതങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സ്വയം അടിച്ചേൽപ്പിച്ച കുറേ ദുരിതങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേഹം അതാണ്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴും മനുഷ്യൻ എന്തിനാണ് ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്നത്
എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. ദൈവം കരുണയാണെങ്കിൽ മനുഷ്യനെങ്ങനെ ഇത്രയും ദുരിതങ്ങൾ സഹിക്കേണ്ട ആവശ്യം വരുന്നു എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഡോസ്റ്റോവസ്കിയുടെ പ്രധാനപ്പെട്ട കൃതികൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറ്റവും ശിക്ഷയും അതുപോലെ കാരമസോവ് സഹോദരന്മാർ എന്ന 2 കൃതികളിലേക്ക് കടക്കാം. ഏതായാലും ഒരു കാലഘട്ടത്തിൻ്റെ പരിമിതികൾക്ക്, സീമകൾക്ക് അപ്പുറം പോകുന്ന, അതിനെ ഉല്ലംഘിക്കുന്ന എഴുത്തുകാരനായിരുന്നു, അതിനുള്ള പ്രതിഭയുള്ള എഴുത്തുകാരനായിരുന്നു ഡോസ്റ്റോവസ്കി എന്ന് പറയാൻ കഴിയും. അദ്ദേഹം ഒരുപക്ഷേ വളരെ വിവാദങ്ങളുടെയും വളരെ സങ്കീർണമായിട്ടുള്ള ആശയങ്ങളുടെയും ആവിഷ്കാരത്തിലൂടെ തനിക്ക് മാത്രം കഴിയുന്ന ചില കലാതന്ത്രങ്ങളിലൂടെ യൂറോപ്യൻ സാഹിത്യത്തിന് പുതിയ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. നിലവിലുള്ള രചനാരീതികളെ ഒരു തിരുത്തിക്കുറിച്ചുകൊണ്ട്, നവീകരിച്ചുകൊണ്ട് യൂറോപ്യൻ സാഹിത്യത്തിന്, ആധുനിക സാഹിത്യത്തിൻ്റെ മാനങ്ങൾ നൽകുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ചു എന്നുള്ളതൊരു യാദൃച്ഛികത മാത്രമാകാം. അദ്ദേഹം സ്വാധീനിച്ചിട്ടുള്ള നോവലിസ്റ്റുകൾ പലരുണ്ട്. അമേരിക്കയിലെ ഫോക്നറും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ഉള്ളവരാണ്. പിന്നെ ആധുനിക എഴുത്തുകാർ പലരും ഡോസ്റ്റോവസ്കി, നീഷെ, ഡോസ്റ്റോവസ്കിയിലെ മനഃശാസ്ത്രം ആണ് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ സ്റ്റാലിൻ ഡോസ്റ്റോവസ്കിയിലെ മനഃശാസ്ത്രജ്ഞനെ വളരെ രീതിയും ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ ഡോസ്റ്റോവസ്കിയെക്കുറിച്ചുള്ളൊരു ആമുഖം ആണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നോവലുകളിലെ പ്രമേയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര രീതികൾ, അദ്ദേഹം ആ കാലഘട്ടത്തിൻ്റെ സമസ്യകളെ എങ്ങനെ നേരിട്ടു, വ്യക്തിജീവിതത്തിലെ ഉത്കണ്ഠകളെയും സങ്കീർണതകളെയും എങ്ങനെ തൻ്റെ കഥാപ്രപഞ്ചത്തിനെ ഉള്ള അസംസ്കൃത പദാർത്ഥങ്ങളായിട്ട് അദ്ദേഹം മാറ്റി, എങ്ങനെ സ്വന്തം അനുഭവങ്ങളെ, സ്വന്തം ജീവിത പ്രതിസന്ധികളെ കലയിലൂടെ ആവിഷ്കരിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ എഴുത്തുകാരനെ ഒരിടത്തും നമുക്ക് കാണുവാനും കഴിയില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 19-ാം നൂറ്റാണ്ടിലെ റഷ്യയുടെ സാമൂഹിക ചരിത്രമാണെന്നും പറയാൻ പറ്റില്ല. ഇത് എക്കാലവും മനുഷ്യനുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്, മനുഷ്യാവസ്ഥയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം നോവലിലൂടെ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് മറ്റാരും ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിദഗ്ധത എന്ന് കാണുവാൻ കഴിയും. ഡോസ്റ്റോവസ്കിയുടെ അതിപ്രശസ്തമായ നോവലാണ് കുറ്റവും ശിക്ഷയും. ഒരുപക്ഷെ വിശ്വസാഹിത്യത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, പഠനത്തിന് വിധേയമായിട്ടുള്ള നോവലുകൾ ഏറെ ഉണ്ടാവില്ല. ഒരു കൊലപാതകമാണ് നോവലിൻ്റെ പ്രമേയം. ഒരുപക്ഷെ ഒരു സാധാരണ നോവലിസ്റ്റ് കൈകാര്യം ചെയ്താൽ വളരെ വികൃതമാകാവുന്ന ഒരു വിഷയം, ഒരു സാധാരണ വിഷയം, അസാധാരണമായ ഉൾക്കാഴ്ചയോട്, മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചയോട്, ദാർശനിക ഗരിമയോട് അവതരിപ്പിക്കുവാൻ ഡോസ്റ്റോവസ്കിക്ക് കഴിഞ്ഞു. സ്ഫോടനാത്മകമായിട്ടുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങളുള്ള ഒരു നോവലാണ്. അത് അത്യന്തം കൈയടക്കത്തോടെയാണ് ഡോസ്റ്റോവസ്കി അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ബുദ്ധിജീവിയുടെ മനസ്സിലുണ്ടാകുന്ന ഭ്രാന്തമായ ഒരു ആശയം, താൻ സാധാരണക്കാരേക്കാൾ മുകളിലാണെന്നും അവർക്ക് മീതെയാണെന്നും അതുകൊണ്ട് തന്നെ സാധാരണ നിയമങ്ങളോ ധാർമ്മിക നിലപാടുകളോ തനിക്ക് ബാധകമല്ലെന്നോ ഒക്കെയുള്ളൊരു വിചാരം അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അയാൾ ദരിദ്രനാണ്, അഭ്യസ്തവിദ്യനാണ്, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ താമസിക്കുന്ന ആളാണ്, യുവാവാണ്. തൻ്റെ ഭ്രാന്തമായ ആശയത്തെ
തീർത്തും പുതുമയുള്ള, എന്നാൽ മറ്റു പലരും കേട്ടാൽ ഞെട്ടുന്ന, പുച്ഛിച്ച് കളയുന്ന ആശയത്തെ പ്രാവർത്തികമാക്കാൻ വേണ്ടി അയാളൊരുക്കുകയാണ്. അയാളൊരു പക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങളിൽ റഷ്യയിൽ ഉദയം കൊണ്ട ഒരു പ്രത്യേക തരം ചിന്താഗതിയുടെ, ചിന്താധാരയുടെ പ്രയോക്താവാകാം. നിരീശ്വരവാദത്തിലും ശൂന്യതാവാദത്തിലുമൊക്കെ വിശ്വസിക്കുന്ന, ദൈവത്തെ നാടുകടത്തുന്നതിൽ സന്തോഷം കണ്ടെത്തിയ, ദൈവത്തിൻ്റെ മരണം ആഘോഷിക്കുന്ന ഒരു തലമുറയുടെ വക്താവാകാം റാസ്കോൾനിക്കവ് എന്ന കഥയിലെ നായകൻ. അയാളൊരു കൊലപാതകം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു കൊലപാതകം ചെയ്യുമ്പോൾ ക്രിമിനൽ കുറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ക്രിമിനോളജിയുടെ പശ്ചാത്തലത്തിൽ അതിനൊരു മോട്ടീവ് ഉണ്ടാവണം. എന്തിന് കൊല ചെയ്തു എന്നുള്ളൊരു മോട്ടീവ്. കുറ്റവും ശിക്ഷയും എന്നുള്ള നോവല് ക്രിമിനോളജി പഠിക്കുന്ന വിദ്യാർത്ഥികളും മനഃശാസ്ത്രജ്ഞരും തത്വചിന്ത പഠിക്കുന്നവരും ഒക്കെ വിശകലനം ചെയ്തിട്ടുള്ളതാണ്. അത് ഡോസ്റ്റോയെവ്സ്കിയുടെ മിക്ക നോവലുകളും മനഃശാസ്ത്രജ്ഞർക്കും അതുപോലെ തത്വചിന്തകർക്കും വരെ വെല്ലുവിളി ആകുന്നുണ്ട് എന്നതാണ് സത്യം. ഒരു വൃദ്ധയായ സ്ത്രീയെ, അലിയോണ എന്ന സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അവർ പണയമെടുത്ത് ജീവിക്കുന്നതാണ്. പണയമെടുപ്പുകാരാണ്, പോൺ ബ്രോക്കറാണ്. ഡോസ്റ്റോയെവ്സ്കിയുടെ ഭ്രാന്തമായ മനസ്സിൽ, അല്ലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ഈ സ്ത്രീ സമൂഹത്തെ ചൂഷണം ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് അവർ ലാഭമുണ്ടാക്കാൻ, പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവരെ കൊന്ന് സമൂഹത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് അയാൾ നടത്തുന്നത്. അയാളുടെ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള ഒരു മാർഗമാണ് കൊലപാതകം ചെയ്ത് അവരുടെ സ്വർണവും പണവും അപഹരിച്ചുകൊണ്ട്, കൂടാതെ തൻ്റെ ഉദാത്തമായ ചില ലക്ഷ്യങ്ങൾ, സാമൂഹികമായിട്ട് തനിക്കുണ്ടെന്ന് താൻ വിശ്വസിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കൂടി കൊലപാതകം നടത്താനാണ് റാസ്കോൾനിക്കവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉദാത്തമായ ഒരു ദൗത്യം കൊണ്ട് നടക്കുന്ന മനുഷ്യൻ, അത് ക്ഷുഭിത യൗവനത്തിൻ്റെ, റഷ്യയിലെ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിലുണ്ടായിരുന്ന ക്ഷുഭിത യൗവനത്തിൻ്റെ, അല്ലെ ക്ഷോഭിക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമാണ് റാസ്കോൾനിക്കവ്. ഏതെങ്കിലും ഒരു ആശയത്തിന് വേണ്ടി, ഒരു ആദർശത്തിന് വേണ്ടി തെറ്റ് ചെയ്യുന്നതിന് പോലും മടിയില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ, ഒരു ചിന്താഗതിയുടെ, അതിൻ്റെ പ്രയോക്താവോ പ്രതിനിധിയോ ഒക്കെയാണ് റാസ്കോൾനിക്കവ്. ഏതായാലും അലിയോണ എന്ന സ്ത്രീ താമസിക്കുന്ന ഇടത്തേക്ക് അദ്ദേഹം ചെല്ലുന്നു. കൊല്ലാൻ വേണ്ടി ചെന്നതാണ്. പക്ഷേ അന്ന് അയാൾക്ക് കൊലപാതകം നടപ്പാക്കാൻ കഴിയുന്നില്ല, കൊല ചെയ്യാൻ കഴിയുന്നില്ല. അയാൾ മാനസികമായിട്ട് അതിന് തയ്യാറല്ലായിരുന്നു. പലതരം ചിന്തകൾ അയാളെ മതിക്കുന്നു. ഹാംലെറ്റിൻ്റെ പ്രശ്നം ആയിരുന്നു, ടു ബി ഓർ നോട്ട് ടു ബി. കൊല്ലണോ വേണ്ടയോ, അല്ലെ എന്തിന് കൊല്ലണം, തൻ്റെ ന്യായീകരണങ്ങൾ ശരിയാണോ. അയാൾ വീണ്ടും വീണ്ടും തൻ്റെ ന്യായത്തെ, തൻ്റെ ന്യായീകരണങ്ങളെ വിശകലനം ചെയ്യുകയാണ്, പുനഃപരിശോധന നടത്തുകയാണ്. അയാൾ തിരിച്ചുപോയി. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമൂഹിക ചുറ്റുപാടുകൾ, ചില സംഭവ വികാസങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് അയാൾ ആകെ ആടിയുലയുന്നു. അയാൾ അതിനിടയ്ക്ക് പരിചയപ്പെട്ട സോണിയ എന്ന ഒരു പെൺകുട്ടി കുടുംബം പോറ്റാൻ വേണ്ടി വേശ്യാവൃത്തി നടത്തുന്നവളാണ്. സോണിയയുമായി റാസ്കോൾനിക്കവ് പ്രണയത്തിലാവുന്നു. അവളുടെ ദുരിതമൊക്കെ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുന്നു. അയാളുടെ കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നു. അദ്ദേഹത്തിന് കാരുണ്യം തോന്നുന്നു സോണിയയോട്. തൻ്റെ അനുജത്തി ധന്യ കുടുംബത്തിലെ ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് തയ്യാറാവുന്നു. ഇങ്ങനെ പലതരം സമ്മർദ്ദങ്ങൾ. വൃദ്ധയെ കൊല ചെയ്തിട്ട് അവരുടെ ധനം അപഹരിച്ചാൽ തനിക്ക് സഹോദരിയെ മാന്യമായ രീതിയിൽ വിവാഹം ചെയ്ത് അയക്കാൻ കഴിയും, താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ സഹായിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചില ഉദ്ദേശങ്ങൾ വന്നു.
അത് സമ്മർദ്ദങ്ങൾ അയാൾക്ക് വരുന്നു കൊലപാതകം നടപ്പാക്കാൻ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ വേറെ. ഇത് വെറുതെ അല്ലല്ലോ കൊലപാതകം ചെയ്യുന്നത്, എനിക്ക് ഉദാത്തമായ ഒരു സാമൂഹികമായ ലക്ഷ്യമുണ്ട്. അപ്പോൾ ഇതിനകത്തെ ധാർമ്മികതയെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നു. ആ ധാർമ്മികതയെ പക്ഷേ അവഗണിച്ചുകൊണ്ട് ധർമാധർമ്മങ്ങൾ, കൊലപാതകത്തിൻ്റെ പിന്നിലെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുകയാണ് ഡോസ്റ്റോയെവ്സ്കി. അതിൻ്റെ നിയമപരതയും ധാർമ്മികതയും. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾ ഉദാത്തമായ ഒരു ലക്ഷ്യത്തിന്, സാമൂഹികവും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി ഒരു കൊലപാതകം നടന്നാൽ അത് സാധാരണ ഒരു കുറ്റമാണോ? കൊലപാതകം നടക്കുമ്പോൾ കൊലപാതകം നടത്തുന്ന ആൾ ഒരു ലക്ഷ്യബോധവുമില്ലാതെ വെറും പൈശാചികമായ ഒരു പ്രവൃത്തിയാണോ നടത്തുന്നത്? അയാളെ അതിൻ്റെ തീവ്രതയിൽ നിന്നും അയാളെ രക്ഷിക്കുന്നതിന് അയാളുടെ ധർമ്മ സംഹിതകളും അദൃശ്യങ്ങളും ഒക്കെ സഹായിക്കുമോ എന്നൊക്കെയുള്ള പരിശോധന നടത്തുകയാണ്. ഒടുവിൽ വൃദ്ധയെ അയാൾ കൊല്ലുന്നു. വൃദ്ധയെ മാത്രമല്ല, സംഭവം നടക്കുമ്പോൾ അവിടെ വന്ന വൃദ്ധയുടെ സഹോദരി ലിസാവറ്റയും അദ്ദേഹം കൊല്ലുന്നു. എന്നിട്ട് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അവരുടെ ഭണ്ഡങ്ങളെ കയ്യിൽ എന്തൊക്കെയോ കിട്ടിയോ, പേഴ്സും ഒക്കെ ഉണ്ട്. അതൊന്നും എന്നെ നോക്കി എന്തുമാത്രം ഉണ്ടെന്നൊന്നും അയാൾ നോക്കുന്നില്ല. അയാൾ അതുകൊണ്ടുതന്നെ ഒരു പാറയുടെ അടിയിൽ കൊണ്ട് ഒളിച്ചു വയ്ക്കുന്നു. കുറ്റം ചെയ്യുന്നതിന് മുൻപുള്ള റാസ്കോൾനിക്കവും കുറ്റം ചെയ്തു കഴിഞ്ഞുള്ള റാസ്കോൾനിക്കവും രണ്ട് വ്യത്യസ്തരായിട്ടുള്ള മാനസികാവസ്ഥയിലുള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. കുറ്റബോധം അയാളെ വേട്ടയാടുന്നു. അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ആ വൃദ്ധയുടെ രൂപം, ദയനീയമായ നോട്ടം അയാളെ വേട്ടയാടുന്നു. താൻ മോഷണം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ, താൻ ചെയ്തത് കുറ്റമാണെന്നൊന്നും ഇപ്പോഴും അയാൾക്ക് തോന്നുന്നില്ല. അയാൾക്ക് ന്യായീകരണങ്ങളുണ്ടായിരുന്നല്ലോ. അയാൾ അനിർവചനീയമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സ്വയം ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി അദമ്യമായ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. കുറ്റകൃത്യം ചെയ്തിട്ട് ശിക്ഷ തേടിപ്പോകുന്ന ആൾ, ശിക്ഷ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്ന ആളിൻ്റെ മാനസികാവസ്ഥയാണ് റാസ്കോൾനിക്കോവിനുള്ളത്. റാസ്കോൾനിക്കോവിനെ കാഫ്കയുടെ കഥാപാത്രമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. കാഫ്കയുടെ കഥാപാത്രം ഒക്കെ ജോസഫ് കെ ശിക്ഷ കിട്ടിക്കഴിയുമ്പോൾ ആ ശിക്ഷയ്ക്ക് പറ്റിയ കുറ്റം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ്. ശിക്ഷിക്കപ്പെടുന്നു, എന്തിനാണെന്ന് അറിയില്ല, കുറ്റം അന്വേഷിച്ച് നടക്കുന്നു. റാസ്കോൾനിക്കോവ് കുറ്റം ചെയ്തിട്ട് ശിക്ഷ താമസിക്കുന്നത് എന്തേ എന്നുള്ള ഒരു ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന ആളാണ്. ഒരുപക്ഷെ ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിനോട് ഉപമിക്കാൻ പറ്റുന്നതാണ് റാസ്കോൾനിക്കോവിൻ്റെ മാനസികാവസ്ഥ. അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കുറ്റകൃത്യത്തെക്കുറിച്ച് പോലീസ് ഓഫീസർ സംസാരിക്കുമ്പോൾ റാസ്കോൾനിക്കോവ് ബോധം നശിച്ച് താഴെ വീഴുന്നു, ഫെയിൻറ്റ് ചെയ്യുന്നു. അയാളുടെ കുറ്റബോധം കൊണ്ടാണ്. തൻ്റെ സുഹൃത്തായ രസുമിഖിൻ്റെ അടുത്ത് അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുന്നു. സോണിയയുടെ അടുത്ത്, കാമുകിയുടെ അടുത്ത് അയാൾ ചെയ്തെന്താണെന്ന് പറയുന്നുണ്ട്. സഹോദരിയുടെ അടുത്തും പറഞ്ഞു. അമ്മയോട് മാത്രം താൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയുന്നില്ല. ഒടുവിൽ റാസ്കോൾനിക്കോവ് പോലീസ് ഓഫീസറിൻ്റെ മുൻപിൽ തൻ്റെ തെറ്റ് സമ്മതിക്കുന്നു, കുറ്റം തുറന്നു പറയുന്നു, കുറ്റസമ്മതം നടത്തുന്നു. അദ്ദേഹത്തെ സൈബീരിയയിലേക്ക് 8 വർഷത്തെ തടവിന് തടങ്കൽ പാളയത്തിലെ 8 വർഷം ജീവിക്കാനായി ശിക്ഷിക്കുന്നു. മറ്റൊരാൾ കൂടി ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് സംശയത്തിന് ആനുകൂല്യം കിട്ടിയതുകൊണ്ടാണ് 8 വർഷമായിട്ട് ശിക്ഷ കുറഞ്ഞു പോയത്. സോണിയ അദ്ദേഹത്തോടൊപ്പം തന്നെ സൈബീരിയയിലേക്ക് പോകുന്നു. സഹോദരി ധന്യ രസുമിഖിനെ വിവാഹം ചെയ്യുന്നു. റാസ്കോൾനിക്കോവ് കുറ്റവാളിയാണ്, പക്ഷേ അദ്ദേഹം കാരുണ്യമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, നല്ല മകനാണ്, നല്ല സഹോദരനാണ്, നല്ല കാമുകനാണ്.
തൻ്റെ കയ്യിലാകെ ഉണ്ടായിരുന്ന സമ്പാദ്യം സോണിയയ്ക്ക് അവളുടെ പ്രതിസന്ധി സമയത്ത് കൊടുത്തു. ഈ മോഷ്ടിച്ച വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് പോലും അദ്ദേഹം പരിശോധിക്കുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും അദ്ദേഹം സാധിച്ചതായിട്ട് നമുക്ക് അറിവില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. റാസ്കൽനിക്കവ് ഈ കുറ്റകൃത്യത്തിലൂടെ, ആത്മനാശത്തിലൂടെ പ്രബുദ്ധനാകാൻ ശ്രമിക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നുന്നു. അദ്ദേഹം ചെയ്ത കുറ്റം അദ്ദേഹത്തെ ആളാക്കി മാറ്റുന്നോ എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ബുദ്ധിജീവിക്ക് സന്യാസിയാകാൻ എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് റാസ്കൽനിക്കവിൻ്റെ പരിവർത്തനം പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ വ്യക്തിയിലുമുള്ള പരിഹരിക്കപ്പെടാത്ത ചില വൈരുദ്ധ്യങ്ങളുടെയും സമസ്യകളുടെയും പ്രതീകമാകാം റാസ്കൽനിക്കവ്. അദ്ദേഹം പശ്ചാത്തപിക്കുന്നു. ഒപ്പം സോണിയയിലൂടെ ഒരു ധാർമ്മിക പുനരധിവാസത്തിന് ശ്രമിക്കുന്നു. തൻ്റെ പാപ പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലും ധാർമ്മികമായ പുനരധിവാസത്തിലും അയാൾ കൂട്ടുപിടിക്കുന്നത് വേശ്യയായ തൻ്റെ കാമുകിയാണ്. അപ്പോൾ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സന്ദേഹമുണ്ടാകുന്നു. അതൊക്കെ പ്രശ്നവൽക്കരിക്കപ്പെടുകയാണ് ഇവിടെ. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അധാർമികമെന്ന് വിചാരിക്കുന്ന വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയെയാണ് റാസ്കൽനിക്കവ് കൂട്ടുപിടിക്കുന്നത്. അപ്പം അയാളുടെ കാരുണ്യം, അയാളുടെ സ്നേഹം അയാൾ ചെയ്ത കുറ്റത്തിന് മീതെ നിൽക്കുന്നു. അയാൾ അങ്ങനെയാണെങ്കിൽ അയാൾ കുറ്റവാളിയാണോ? കുറ്റവും ശിക്ഷയും തമ്മിൽ ഉള്ള ആ ഒരു ബന്ധം, ആ അനുവാദം ശരിയാണോ? ഒരുപക്ഷെ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണോ റാസ്കൽനിക്കവ്? കുറ്റവാളിയായി ആരും ജനിക്കുന്നില്ല. സമൂഹം ഒരാളെ കുറ്റവാളിയാക്കുകയാണ് എന്ന് പറയാം. അയാൾ സമാഹരിച്ചാൽ അയാൾ ഉദയം ചെയ്ത ചില സവിശേഷമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ചില ചിന്തകൾ, ചില ധാരണകൾ, ചില ആശയങ്ങൾ അയാളെ കൊണ്ട് തെറ്റിയച്ചതാണ്. അപ്പോൾ അയാൾക്ക് ന്യായീകരണങ്ങളുണ്ട്, അയാൾക്ക് സാമൂഹികമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. മോഷ്ടിച്ച് കിട്ടിയ സാധനങ്ങളൊന്നും അയാൾ ഒന്നിനും വേണ്ടിയും ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ ഒരു സാധാരണ കൊലപാതകിയാണ് റാസ്കൽനിക്കവ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മനഃശാസ്ത്രപരമായ ഒട്ടേറെ സാധ്യതകളുള്ള, മനഃശാസ്ത്രപരമായ ഒട്ടേറെ വിശകലനങ്ങൾക്ക് വിധേയമാക്കാവുന്ന കൃതിയാണ്. മനഃശാസ്ത്രവും തത്വചിന്തയും സാമൂഹിക വീക്ഷണവും ഒക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന, ഇഴ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കൃതിയാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാമോ എന്നാണ്. സങ്കീർണമാണെങ്കിലും സുന്ദരമായ ഒരു നോവലാണ്. അത് നമ്മെ അസ്വസ്ഥരാക്കും, നമ്മളെ പ്രബുദ്ധരാക്കും. നമുക്ക് ജീവിതത്തെക്കുറിച്ചും ജീവിതാവസ്ഥയെക്കുറിച്ച് ഒട്ടേറെ ഉൾക്കാഴ്ചകൾ സമ്മാനിക്കുകയും ചെയ്യും. ബ്രദേഴ്സ് കാരമസോവ് സഹോദരന്മാർ ഡോസ്റ്റോവസ്കിയുടെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നോവലായിരുന്നു കാരമസോവ് സഹോദരന്മാർ. 1880 പ്രസിദ്ധീകരിച്ചു. 81 ഡോസ്റ്റോവസ്കി മരിക്കുന്നത്. ബ്രദേഴ്സ് കാരമസോവ് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ, മാനസികാവസ്ഥയിൽ രചിച്ച കൃതിയാണ്. ഡോസ്റ്റോവസ്കിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ആണ് അദ്ദേഹം ഈ നോവൽ രചിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘർഷങ്ങളും അദ്ദേഹത്തിനുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമൊക്കെ ഈ നോവലിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയായിരുന്നു. പിതൃഹത്യയാണ് ഈ നോവലിൻ്റെ പ്രമേയം എന്ന് വേണമെങ്കിൽ ഒരു ലളിതവൽക്കരണം നടത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സമഗ്രമായ ഒരു അന്വേഷണമാണ് ഈ നോവൽ. മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകൾ,
അതിലെ വൈരുദ്ധ്യങ്ങൾ ഒക്കെ എല്ലാ കൃതികളിലും എന്നതുപോലെ ഇവിടെയും മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചയോട് ഡോസ്റ്റോയെവ്സ്കി പരിശോധിക്കുന്നു. ഇതിൽ ഒരു കുടുംബത്തിൻ്റെ കഥ ഡോസ്റ്റോയെവ്സ്കി അനാവരണം ചെയ്യുന്നു. ഫിയഡോർ പാവ്ലോവിച്ച് എന്ന മനുഷ്യന് 3 ആൺമക്കളുണ്ട്. ഡിമിട്രി, ഇവാൻ, അലോഷ എന്ന 3 മക്കൾ. പാവ്ലോവിച്ച് സുഖലോലുപ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. അലസമായ ജീവിതം നയിക്കുന്ന സ്ത്രീലമ്പടനായിട്ടുള്ള ഒരു വ്യക്തി. മക്കളെക്കുറിച്ചോ മക്കളുടെ ക്ഷേമത്തെക്കുറിച്ചോ ഒന്നും വലിയ ഉത്കണ്ഠകളൊന്നുമില്ലാത്ത മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മക്കൾ അദ്ദേഹത്തിൽ നിന്നും അകലുന്നു എന്നയാൾ മനസ്സിലാക്കുന്നു. തൻ്റെ സ്വത്ത് വാങ്ങാൻ വേണ്ടി മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. ഡിമിട്രി എന്ന മൂത്ത മകൻ അച്ഛനെ പോലെ തന്നെയാണ്. അയാളും കുസുമാന്തരലോലൻ ആയിരുന്നു, മദ്യപനായിരുന്നു. അച്ഛൻ്റെ അടുത്ത് അയാൾ കലഹിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. സ്വത്തിന് വേണ്ടിയും ഗ്രശങ്ക എന്ന പെൺകുട്ടിക്ക് വേണ്ടിയും. ഗ്രശങ്ക അച്ഛനെയും മകനെയും വശീകരിച്ചിരുന്നു, അച്ഛനെയും മകനെയും കാമുകന്മാരാക്കിയിരുന്നു എന്ന് കാണാം. ഡിമിട്രി അച്ഛൻ മരിച്ചു കാണാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന മനുഷ്യനാണ്. അച്ഛൻ്റെ ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, അപ്രമാദിത്വം അവസാനിച്ച് കാണാൻ മനസ്സുകൊണ്ടേറെ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഡിമിട്രി. അത് പലരോട് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. 2ാമത്തെ ആളാണ് ഇവാൻ. ബുദ്ധിജീവിയാണ്, വിദ്യാസമ്പന്നനാണ്, ഏകാഗിയാണ്, നിരീശ്വരവാദിയാണ്. അയാൾക്കും അച്ഛനെ ഇഷ്ടമല്ല. അയാൾ കാതറീന എന്നൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാതറീന ഡിമിട്രിയായിട്ടും ഇഷ്ടമുണ്ട്. ത്രികോണപ്രേമം നോവലിൽ വരുന്നുണ്ട്. അയാൾക്കൊരു സിദ്ധാന്തമുണ്ട്. ദൈവമില്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് ലോകത്തൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ ദൈവമില്ലാത്ത ലോകത്ത്, അല്ലെ ദൈവത്തെ നാടുകടത്തുന്ന ഒരു സമൂഹത്തിൽ എല്ലാം നിയമവിധേയമാണ്, തെറ്റുകളൊന്നുമില്ല, കുറ്റങ്ങളൊന്നുമില്ല എന്ന സിദ്ധാന്തം അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അയാൾ തികഞ്ഞ ശൂന്യതാവാദിയാണ് എന്ന് കാണാൻ കഴിയും. 3ാമത്തെ മകനായിട്ടുള്ള അലോഷ ആത്മീയതയുടെ പ്രതീകമാണ്. പുരോഹിതനാകാൻ വേണ്ടി സെമിനാരിയിൽ പഠിക്കുന്ന ആളാണ്. അയാൾക്ക് ഇവാൻ്റെ നിരീശ്വരവാദത്തോട് കടുത്ത എതിർപ്പാനുള്ളത്. അയാളുടെ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. അയാൾ ദൈവത്തെ ഭയക്കുന്ന, ദൈവത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന, കാരുണ്യവാനായിട്ടുള്ള, സ്നേഹസമ്പന്നനായിട്ടുള്ള മനുഷ്യനാണ്. കുടുംബത്തിലും പുറത്തുമുള്ള സംഘർഷഭരിതമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും ഇടപെട്ട് അതൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമാധാനത്തിൻ്റെ സന്ദേശവാഹകൻ കൂടിയാണ് നല്ലവനായ അലോഷ. അലോഷയും ഇവാനുമായിട്ട് നടത്തുന്ന ഒരു സംവാദമുണ്ട്. ബൃഹത്തായ നോവലിൻ്റെ പുസ്തകം 5 ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് മാത്രം ആയിട്ട് പുസ്തകം വായിക്കാൻ കിട്ടും. ഡോസ്റ്റോയെവ്സ്കിയുടെ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ. അതിൽ ഇവാൻ തൻ്റെ ആശയങ്ങൾ സഹോദരനായ അലോഷ്യസിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 2 പേരും 2 ചിന്താഗതികളുടെ വക്താക്കളാണ്, പ്രതിനിധികളാണ്. ഒരാൾ ഭൗതികവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ശക്തനായ വക്താവ് ഇവാൻ, മറ്റേയാൾ ഈശ്വര വിശ്വാസി, ദൈവവിശ്വാസി. ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന് പറയുന്നത് ഒരു ഭാവനയുടെ സൃഷ്ടിയായിട്ട്, ഒരു കവിത ആയിട്ടാണ് ഇവാൻ അവതരിപ്പിക്കുന്നത് സഹോദരന് മുൻപിൽ. ഇവാൻ പറയുന്നത് കാരുണ്യമുണ്ടെന്ന് ക്രിസ്തുമതം അവകാശപ്പെടുന്നു. എങ്കിൽ ഭൂമിയിൽ എന്താണ് ഇത്രയും ദുരിതം? നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ പോലും ഇവിടെ
ദുരിതം അനുഭവിക്കുന്നു, കഷ്ടപ്പെടുന്നു. ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ സമീപിക്കും? അത് നമ്മളുടെ അനുരഞ്ജനം എങ്ങനെ സാധിക്കും എന്നാണ് ഇവാൻ ചോദിക്കുന്നത്. ഗ്രാൻഡ് ഇൻക്വിസിറ്റർ പറയുന്ന ആ ഒരു കവിതയുടെ അദ്ദേഹം പറയുന്നത്, ഗ്രാൻഡ് ഇൻക്വിസിറ്റർ സ്പാനിഷിലെ പഴയ ഇൻക്വിസിഷൻ്റെ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. മതനിന്ദ നടത്തുന്ന, ദൈവദൂഷണം നടത്തുന്നവരെ വിചാരണ ചെയ്യുന്ന ന്യായാധിപ സമിതിയാണ് ഇൻക്വിസിഷൻ. ഗ്രാൻഡ് ഇൻക്വിസിറ്റർ അവരുടെ പ്രധാനിയാണ്. റോമൻ കാത്തലിക് ചർച്ചിൻ്റെ വിശ്വാസങ്ങളെ, സിദ്ധാന്തങ്ങളെയും ചോദ്യം ചെയ്യുന്ന, അങ്ങനെ ദൈവനിന്ദ നടത്തുന്നു എന്നവർ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരെ ഈ ഇൻക്വിസിഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ട്രൈബ്യൂണൽ, ആ ന്യായാധിപ സമിതിയാണ് വിചാരണ നടത്തി ശിക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ, ആ ഇൻക്വിസിറ്റർമാരുടെ പ്രധാനമായിട്ടുള്ള ആൾ, എൻ്റെ പ്രധാനി, അയാളുടെ ചീഫ് ജസ്റ്റിസ് എന്ന് വേണേൽ പറയാം, അയാൾ യേശുവുമായിട്ട് ഒരു സംവാദം നടത്തുകയാണ്. യേശുവിൻ്റെ രണ്ടാം വരവിന് ശേഷമായിരിക്കണം. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു ഇൻക്വിസിറ്റർ. യേശു ദൈവനിന്ദ നടത്തി എന്നാണ് ഇൻക്വിസിറ്റർ പറയുന്നത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ യേശു ചോദ്യം ചെയ്തിരിക്കുന്നു, ദൈവനിന്ദ നടത്തിയിരിക്കുന്നു. എന്ത് വൈരുദ്ധ്യമാണെന്ന് ആലോചിക്കുക. അതിന് യേശുവിനെ തുറുങ്കലിലടയ്ക്കുന്നു. പിന്നീട് തുറങ്കിൽ ചെന്ന്, യേശു കിടക്കുന്ന സെല്ലിൽ ചെന്ന് ഈ ഇൻക്വിസിറ്റർ യേശുവിനോട് ഇതിൻ്റെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് യേശുവിനെ ശിക്ഷിക്കുന്നത്? യേശുവിന് ജീവനോട് ചുട്ടുകരിക്കാൻ വേണ്ടി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്, നടപ്പാക്കിയില്ല. തുറങ്കിൽ കിടക്കുന്ന യേശുവിൻ്റെ അടുത്ത് ഇൻക്വിസിറ്ററി ഒന്ന് അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ പറയണം, ന്യായീകരണം നടത്തുകയാണ്. യേശു മനുഷ്യന് നൽകിയ ഈ സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ടല്ലോ, ഫ്രീ വിൽ, അത് വലിയ ഭാരമായി മാറിയിരിക്കുകയാണ് മനുഷ്യരാശിക്ക്. അതുകൊണ്ട് സഭാവിശ്വാസികൾ സാത്താൻ്റെ വചനങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാത്താൻ്റെ വാഗ്ദാനങ്ങളിൽ അവർ വിശ്വസിക്കുന്നു. സാത്താൻ ഭൗതികമായ എല്ലാ സുഖങ്ങളും സാത്താൻ്റെ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. പകരം യേശു പറയുന്ന, അല്ലേ ക്രിസ്തുമതം പറയുന്ന, വാഗ്ദാനം ചെയ്യുന്ന ആ സ്വതന്ത്രമായ ഇച്ഛാശക്തി മനുഷ്യന് ഉത്കണ്ഠയും ദുരിതവും മാത്രമേ നൽകുകയുള്ളൂ. അവന് മോചനത്തിനുള്ള സാധ്യത പോലും ഇച്ഛാശക്തി ഇല്ലാതാക്കുന്നു. കാരണം ഇച്ഛാശക്തിയുടെ ഫലമായിട്ട് നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ ആണ് മനുഷ്യനെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. ഒരാളുടെ പ്രവൃത്തി അയാളുടെ ഇച്ഛാശക്തിയുടെ ഫലമാണ്. അങ്ങനെ വരുമ്പോൾ ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം അയാൾക്കാണ്, അതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം അയാൾക്കാണ്. അപ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇച്ഛാശക്തിയുടെ പേരിൽ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ കടുത്ത ഉത്കണ്ഠയാണ് ഒരു വ്യക്തിക്കുണ്ടാകുന്നത്. ആ തിരഞ്ഞെടുപ്പ് തെറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാണ്, അയാൾക്ക് മോചനം ലഭിക്കില്ല. അപ്പോൾ ഇച്ഛാശക്തി എന്ന് പറയുന്നത് മനുഷ്യനൊരു ഭാരമാണ്, എടുക്കാൻ കഴിയാത്ത ഒരു ഭാരമാണ്. അതുകൊണ്ടാണ് യേശുവിനെ ശിക്ഷിക്കുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ഗ്രാൻഡ് ഇൻക്വിസിറ്ററെ ചുംബിക്കുന്നു. എന്തായാലും യേശുവിനെ വെറുതെ വിടുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് ശിക്ഷ നടപ്പാക്കാതെ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ വിടുന്നു. ഈ കഥയ്ക്കുള്ളിലെ കഥയാണിത്, നോവലിനുള്ളിലെ ഒരു കഥ. ഈ കഥ ഇവാൻ സഹോദരനായ അലോഷ്യൻ്റെ മുൻപിലാണ് പറയുന്നത്. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അലോഷ്യയും സഹോദരനെ ഉമ്മ വച്ചു, യേശു ചെയ്തതുപോലെ. കാരണം വിശ്വാസം നടപ്പാക്കുന്നതിനുള്ള പ്രതിസന്ധികളെക്കുറിച്ച്, തടസ്സങ്ങളെക്കുറിച്ച് അലോഷ്യയും ബോധവാനാണ് എന്നാണ് ആ ചുംബനം കാണിക്കുന്നത്.
ഏറെ താമസിയാതെ പാവ്ലോവിഷ് കൊല ചെയ്യപ്പെടുന്നു. ദിമിട്രിയാണ് സംശയിക്കുന്നത്. സാഹചര്യത്തിൻ്റെ തെളിവുകൾ ദിമിട്രിക്കെതിരെയായിരുന്നു. ദിമിട്രി എഴുതിയ ഒരു കത്ത് വരെ കാതറീൻ്റെ അയാളുടെ കാമുകിയുടെ കയ്യിലുണ്ടായിരുന്നു. പലരോടും അച്ഛനെ കൊല്ലുമെന്ന് ദിമിട്രി പറഞ്ഞിട്ടുണ്ട്. ദിമിട്രിയെ ജയിലിലടയ്ക്കുന്നു. എന്നാൽ സ്മെർനിക്കോവ് എന്ന പാവ്ലോവിഷിൻ്റെ ഒരു ജാരസന്ധതിയാണ് യഥാർത്ഥത്തിൽ കൊലപാതകം നടത്തിയത്. സ്മെർനിക്കോവിന് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ. 3000 റൂബിൾസ് പാവ്ലോവിഷിൻ്റെ അലമാരിയിൽ നിന്നും അപഹരിക്കുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം. ഈ രഹസ്യം ഇവാനോട് മാത്രമേ സ്മെർനിക്കോവ് പറഞ്ഞിട്ടുള്ളൂ. ഇവാനോവിൻ്റെ ചില ആശയങ്ങൾ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ദൈവമില്ലാത്ത ലോകത്ത് നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് ഇവാൻ പറഞ്ഞത് സ്മെർനിക്കോവിന് ഒരു പ്രേരണയാണ്. ഒരുപക്ഷെ ഈ കുറ്റം പോലും ചെയ്യുന്നതിനുള്ള പ്രേരണയായിരിക്കാം. അങ്ങനെ മാനസികമായിട്ട് അടുപ്പമുള്ളതുകൊണ്ടാകാം ഈ രഹസ്യം ഇവാനോട് മാത്രം പറഞ്ഞത്. തന്നെയുമല്ല, മനസ്സുകൊണ്ട് പിതൃഹത്യ നടത്താൻ ആഗ്രഹമുള്ളവനാണ് ഇവാൻ എന്ന് സ്മെർനിക്കോവ് ധരിച്ചിട്ടുമുണ്ട്. ഏതായാലും കുറച്ച് നാൾ കഴിഞ്ഞ് സ്മെർനിക്കോവ് ആത്മഹത്യ ചെയ്യുന്നു. ഒരുതരം നൈലിസ്റ്റിക് ഡെസ്പെയർ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഒരു ശൂന്യതാവാദിക്കുണ്ടാകുന്ന ഒരു ഒരു കടുത്ത നിരാശാബോധം. ദൈവമില്ല, ധർമാധർമ്മങ്ങൾ എന്ന് പറയുന്ന ഒന്നുമില്ല, വിശ്വാസമേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാർക്ക് അങ്ങനെ വിശ്വാസരാഹിത്യത്തിലുണ്ടാകുന്ന ഒരുതരം കടുത്ത അപരിഹാര്യമായിട്ടുള്ള നിരാശയിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അയാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ദിമിട്രി അല്ല എന്ന് തെളിയിക്കാൻ മറ്റാരുമില്ല. ദിമിട്രി ആണെന്ന് സ്ഥാപിക്കാൻ ഒരു കത്ത് കാതറിനയുടെ കയ്യിലുണ്ട്. അങ്ങനെ ദിമിട്രി ജയിലിൽ കിടക്കുകയാണ്. അവസാനം ജയിലിൽ നിന്നും അവിടുത്തെ സെക്യൂരിറ്റിയെ, കാവൽക്കാരെ സ്വാധീനിച്ച് ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ ദിമിട്രിയും അയാൾ സ്നേഹിക്കുന്ന ഗ്രഷൻകായും കൂടെ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നു. അവിടെ ഒരു നിയമലംഘനം നടത്തിയിട്ടാണ്. നിയമലംഘനം നടത്തി എന്ന് വിചാരിക്കുന്ന അയാൾ നിരപരാധിയാണ്. യഥാർത്ഥ കുറ്റവാളി ആത്മഹത്യ ചെയ്തു. ദിമിട്രിയാണ് കുറ്റവാളി എന്ന് കരുതി അയാളെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അയാൾ വീണ്ടും നിയമലംഘനം നടത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആലോചിക്കുന്നു. ഇവിടെ യഥാർത്ഥ കുറ്റവാളി ആത്മഹത്യ ചെയ്യുന്നു. പക്ഷേ ആ കുറ്റവാളിയെ പ്രേരിപ്പിച്ച ഒരാളുണ്ട്, ഇവാൻ. അപ്പോൾ കുറ്റം എവിടെയാണ് ആരംഭിക്കുന്നത്? കുറ്റം കത്തി കൊണ്ട ഒരാളെ കൊല്ലുമ്പോഴാണോ അതിന് പ്രേരണ നൽകിയ ആളാണോ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യുന്നത്? ഇവാൻ മനസ്സുകൊണ്ട് അച്ഛനെ വധിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഒരുപക്ഷെ ഇവാൻ ഡോസ്റ്റോയെവ്സ്കിയെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. താൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം മറ്റൊരാൾ ചെയ്തു. ഹാംലെറ്റിനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യം. ഹാംലെറ്റ് മനസ്സുകൊണ്ട് പിതൃഹത്യ നടത്തിയ ആളായിരുന്നു. ഇവാനെ പോലെയോ അല്ലെങ്കിൽ ഡോസ്റ്റോയെവ്സ്കിയെ പോലെയൊക്കെ ആയിരുന്നു. ക്ലോഡിയസ് ആ കൃത്യം ഏറ്റെടുത്തപ്പോൾ ക്ലോഡിയസിനോട് പകരം ചോദിക്കുവാൻ ഹാംലെറ്റിന് കഴിയുന്നില്ല. കാരണം രാജാവിനെ, തൻ്റെ അച്ഛനെ കൊല്ലാൻ ഹാംലെറ്റ് തന്നെ ആഗ്രഹിച്ചിരുന്നു. ഹാംലെറ്റിൻ്റെ ആ ഈഡിപ്പൽ റിലേഷൻഷിപ്പ്, അമ്മയോടുണ്ടായിരുന്ന അബോധമായിട്ടുള്ള ആ പ്രണയം അച്ഛനെ ശത്രുവാക്കി കാണുവാൻ ഹാംലെറ്റിനെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അച്ഛനെ മറ്റൊരാൾ വധിച്ചപ്പോൾ, തൻ്റെ എതിരാളിയെ മറ്റൊരാൾ വധിച്ചപ്പോൾ അയാളുടെ പ്രതികാരം ചെയ്യാൻ ഹാംലെറ്റിന് കഴിയുന്നില്ല എന്ന് ഫ്രോയിഡ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇഡിപ്പസ് കോംപ്ലക്സ് ആസ് ഹാംലെറ്റ്സ് പ്രോബ്ലം എന്ന് ഫ്രോയിഡിൻ്റെ വിദ്യാർത്ഥി ഏണസ്റ്റ് ജോൺസ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കിങ് ഇഡിപ്പസിലും, സോഫോക്ലസിൻ്റെ കിങ് ഇഡിപ്പസിലും ഇതേ പ്രമേയം തന്നെ വരുന്നുണ്ട്. അറിയാതെ അച്ഛനെ വധിച്ച ആളാണ് ഇഡിപ്പസ്. എന്നിട്ട് അമ്മയെ വിവാഹം ചെയ്യുകയും ചെയ്തു.
അപ്പോൾ കിങ് ഇഡിപ്പസിനോടും ഹാംലെറ്റിനോടാണ് ഈ നോവലിനെ ഫ്രോയിഡ് താരതമ്യപ്പെടുത്തുന്നത്. അദ്ദേഹം ഡോസ്റ്റോവസ്കി ആൻഡ് പാരസൈറ്റ് എന്നൊരു ലേഖനവും എഴുതിയിട്ടുണ്ട്. കാരമസോവ് സഹോദരന്മാർ പഠനത്തിൻ്റെ ആമുഖമായിട്ട് ഈ നോവൽ 1928 ഫ്രോയിഡ് രചിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ മനഃശാസ്ത്രപരമായി ഒട്ടേറെ സങ്കീർണതകളുള്ള പ്രശ്നത്തെ ആണ്, അല്ലെങ്കിൽ ദാർശനികമായി ഒട്ടേറെ വെല്ലുവിളികളുള്ള ഒരു വിഷയത്തെയാണ് ഡോസ്റ്റോവസ്കി കാരമസോവ് സഹോദരന്മാരിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്.